കുഷ്ഠരോഗിയുടെ 4 ഭയങ്കര ഞെട്ടിപ്പിക്കുന്നതായ ഒരു കാര്യമായിരുന്നു. ഞാൻ ആ ഭാഗമൊക്കെ പലപ്പോഴും വായിച്ചിട്ടുണ്ടെങ്കിലും നമ്പർ 1 അവൻ്റെ സ്തോത്രം. അതെ, 4 കാര്യങ്ങളിൽ ഒന്ന് പറഞ്ഞേ. നിങ്ങൾ കേട്ടവരാണ്, പല പ്രാവശ്യം കേട്ടവരാണ്. സ്തോത്രം. ഒന്നാമത് വന്നിട്ട് അവനെ വന്ന് പറ എന്തുമായിരുന്നു? അവന് വന്നിട്ട് വസ്ത്രം കീറിയവനായിരുന്നു. ദാറ്റ് മീൻസ് നാണക്കേടാണ്, ഷെയിമാണ്. ഷെയിമിൽ ജീവിക്കുന്നവനാണ്, അപമാനത്തിൽ ജീവിക്കുന്നവർ തന്നെയാണ് കുഷ്ഠരോഗി. ഒന്ന് ചിന്തിച്ച്, അപമാനത്തിൽ ജീവിക്കുന്നവനാണ് കുഷ്ഠരോഗി. അപ്പോൾ അവൻ്റെ ജീവിതം എന്ന് പറയുന്നത്, അവൻ്റെ സറൗണ്ടിങ് എന്ന് പറയുന്നത്, അവനെ കുറിച്ച് ആര് സംസാരിച്ചാലും പുള്ളി എത്രയായാലും ഞങ്ങൾക്കറിയാം എന്ന് പറയുന്ന അപമാനമാണ് നമ്പർ 1. 2, അവന് കവറിങ് ഇല്ല. കവറിങ് എന്ന് പറയുന്നത് കെയറിങ്ങിന് തുല്യമാണ്. നോക്കിയേ, ഈ സഹോദരിമാർ തലയിലൂടെ കവർ ചെയ്ത് ഇരിക്കുമ്പോഴേക്കും അതൊരു കെയറിങ്ങിൻ്റെ അടയാളമാണ്. അവനെ കെയർ ചെയ്യാൻ ആരുമില്ലെങ്കിൽ, ഒരു കവറിങ് ഇല്ലെങ്കിൽ അവനെ ഇട്ട് ആർക്ക് വേണോ തട്ടാം. മനസ്സിലായോ? അതൊക്കെയാണ് പുതിയ നിയമത്തിൽ നമ്മൾ അപ്പോസ്റ്റലിക് കവറിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോസ്റ്റലിക് കവറിങ് എന്ന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിൽ നിന്നൊക്കെ എടുത്ത് കവറിങ്ങിൽ സഭ ശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് ഒരു ചർച്ചിൻ്റെ കവറിങ്ങിൽ അദ്ദേഹം പ്രോമിനൻ്റ് ഡിസൈപ്പിളായിരുന്നു. പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു പത്രോസ്. പ്രധാനപ്പെട്ട ഡിസൈപ്പിൾ ആയതുകൊണ്ടാണ് മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 6-7 വാക്യത്തിൽ ദൂതൻ പറയുന്നത്, അവന് ഉയർത്തു എന്ന് നിങ്ങൾ പോയി ശിഷ്യന്മാരോടും പത്രോസിനോടും പറയുക. 2 അർത്ഥമുണ്ട് അത്. ഒന്ന്, പത്രോസ് ഓൾറെഡി തള്ളി പറഞ്ഞു. പത്രോസ് യേശുവിനെ തള്ളി, പക്ഷെ യേശു പത്രോസിനെ തള്ളിയിട്ടില്ല. പത്രോസ് യേശുവിനെ തള്ളി, പക്ഷെ യേശു പത്രോസിനെ തള്ളിയിട്ടില്ല. സോ അതുകൊണ്ട് അവനെ റിസ്റ്റോർ ചെയ്യാൻ വേണ്ടി, ചതഞ്ഞ ഉടയെ ഒടിക്കാത്തവൻ, പുകയുന്ന തിരികെ കിടത്താത്തവൻ, അവനെ റിസ്റ്റോർ ചെയ്യാനായി ദൂതൻ പറയുന്നു. അതെ, അവനെ പത്രോസിനോട് പറയുക. അത് ഒരർത്ഥം. രണ്ടാമത് വേറൊരു അർത്ഥം എന്ന് പറയുന്നത്, പത്രോസിനെ കർത്താവ് തള്ളിക്കളഞ്ഞിട്ടില്ല. ഒന്ന്, അവനെ റിസ്റ്റോർ ചെയ്യണം. 2, പത്രോസ് പ്രധാനിയാണ്. അവൻ്റെ കയ്യിലാണ് താക്കോൽ കൊടുത്തത്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ അവൻ്റെ കയ്യിലാണ്. സോ അവനുണ്ടെങ്കിൽ മാത്രമേ ഈ വണ്ടി എന്ത് ചെയ്യത്തുള്ളൂ, മുന്നോട്ട് പോകത്തുള്ളൂ. താക്കോൽ ഏതവൻ്റെ കയ്യിൽ കൊടുക്കുന്നു, അവനെ ഒഴിച്ചു നിർത്തി ഒരു പരിപാടി നടക്കത്തില്ല. ഏറ്റെടുക്കണം, എല്ലാവരും ഏറ്റെടുക്കണം. ആരുടെയൊക്കെ കയ്യിൽ എന്തൊക്കെയോ കർത്താവ് തന്നിട്ടുണ്ട്. താക്കോലുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം, എന്ത് ചെയ്യണം, താക്കോല് വേണം. എന്നതുപോലെ താക്കോല് ഉള്ളവൻ്റെ തലവെട്ടിയാൽ പരിപാടി. ഈ യാക്കോബിൻ്റെ തലവെട്ടിയാൽ ഓക്കെ, ഹീ ഈസ് പ്രോമിനൻറ്റ്. പക്ഷെ എന്നാലും സ്തോത്രം, ചർച്ചിന് അധികം ഭയങ്കരമായിട്ട് മാനിക്കുന്നില്ല. പക്ഷെ പത്രോസിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ചർച്ചിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കുന്നത്, പത്രോസിനെ കർത്താവ് കെയർ ചെയ്തത് പത്രോസിന് വേണ്ടി മാത്രമല്ല, തൻ്റെ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടിയാണ്. സോ നമ്മൾ ഓരോരുത്തർ